ഈ സർക്കാരിനെതിരെയുള്ള ദുർഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താകും എന്നുള്ളതിൽ സംശയമില്ല. പത്തനംതിട്ട ജില്ല രൂപീകൃതമായതിനു ശേഷം LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ കഴിഞ്ഞ 50 വർഷത്തിലധികമായി UDFന് ഏറ്റവും കൂടുതൽ പാർലമെന്റിലും നിയമസഭയിലും ഏറ്റവും കൂടുതൽ ബൂത്തിലേക്കുള്ള ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്ന പത്തനംതിട്ട നഗരസഭയിലെ 1-ാം വാർഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ അതിന്റെ വാർഡിന്റെ കൗൺസിലറായ സജി കെ സൈമണാണ്. സൈമ, എങ്ങനെയാണ് നമ്മുടെ പാർലമെന്റിലും കഴിഞ്ഞ നിയമസഭയിലും ഏറ്റവും കൂടുതൽ ജില്ലയിലെ ഇവിടെ ഈ ബൂത്തിൽ ഈ വോട്ട് ഇങ്ങനെ ഷെയർ വർദ്ധിക്കാനുള്ള കാരണം, അതിന്റെ പ്രവർത്തനങ്ങൾ? നമ്മുടെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മൾ മിന്നുന്ന വിജയം നേടുന്ന ബൂത്ത് കൂടിയാണ് നമ്മുടെ പ്രദേശമായ മുണ്ടുകോട്ടയ്ക്കൽ. കൂട്ടായിട്ടുള്ള പ്രവർത്തനം, ഹൗസ് ടു ഹൗസ് ക്യാമ്പയിൻ, ഇതാണ് നമ്മുടെ അടുക്കും ചിട്ടയുമായുടെ കുടുംബസംഗമം ഉൾപ്പെടെ മുഴുവൻ വീടുകളിലും കയറിയിറങ്ങി വോട്ടർമാരോടുമായി സംവാദിച്ചുകൊണ്ട് ഈ സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായി പങ്കാളികളാകാനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാന ലാപ്പിൽ കുടുംബസംഗമം ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രിയങ്കരിയായ മുൻ കൗൺസിലർ ഉൾപ്പെടെയുള്ള നമ്മുടെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഉൾപ്പെടെ നിരവധി നേതാക്കന്മാരുടെ ഒരു കൂട്ടായ ഉദ്യമത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ബൂത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രതാപം നിലനിർത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഈ പാർലമെന്റിലും ഇപ്പോൾ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അതായത് നഗരസഭയിലും ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിക്കാൻ കഴിഞ്ഞു. അത് എന്തൊക്കെയാണ് ഈ വോട്ടർമാരെ കാണുമ്പോൾ UDFന് അനുകൂലമായിട്ട് സൈമണും മറ്റ് പ്രതികളൊക്കെ ചോദിക്കുന്നത്, വോട്ട് അഭ്യർത്ഥിക്കുന്നത്? തീർച്ചയായും ഈ സർക്കാരിനെതിരെയുള്ള ദുർഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താകും എന്നുള്ളതിൽ സംശയമില്ല. ഇവിടെ ലഹരി മാഫിയയുടെ പ്രശ്നങ്ങൾ, പിന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം, തെരുവ് നായ്ക്കളുടെ ആക്രമണം, അതേപോലെ തന്നെ ആഭ്യന്തര രംഗത്തുള്ള പരാജയം, ഇതൊക്കെ പ്രധാനപ്പെട്ട താറുമാറായ റോഡുകളെ സംബന്ധിച്ചിടത്തോളം, നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ലൂപ്പ് റൂട്ടുകൾ, അകത്തോട്ടുള്ള റോഡുകൾ വളരെ മോശമായ അവസ്ഥയിൽ, കഴിഞ്ഞ 10 വർഷക്കാലമായി നഗരസഭയുടെ റോഡുകൾ വളരെ മോശമായ അവസ്ഥയിൽ കൂടി കടന്നുപോകും. ആ സാഹചര്യത്തിലാണ് ഇതെല്ലാം നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തീരുമാനം എടുക്കത്തക്കവണ്ണം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ഉദ്യമം ഏറ്റെടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. എങ്ങനെയുണ്ട് വനിതാ പ്രവർത്തകരോടൊക്കെ? തീർച്ചയായിട്ടും എല്ലാവരും വളരെ ശുഭപ്രതീക്ഷയിലാണ്. UDFന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിലൊട്ടാകെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെ നല്ല രീതിയിലെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. വലിയ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ബിൻവർക്ക് ജയിക്കും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പൊ ഇവിടെ കുടുംബയോഗവും മറ്റും ഉദ്ഘാടനം ചെയ്ത ആരാണ്? നമ്മുടെ AICCയുടെ സെക്രട്ടറിയും ആറന്മുള അസംബ്ലി മണ്ഡലത്തിന്റെ ഒബ്സർവറുമായ ശ്രീമതി സരിത മാഡം, അവരുടെ ലീഡറുടെ പാർട്ടിസിപ്പേഷൻ വളരെ ഭംഗിയായി നമുക്ക് കുടുംബസംഗമം കൂടുതൽ പ്രവർത്തനങ്ങളുമായി വരും ദിവസങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിൽ സംശയമില്ല. തീർച്ചയായും ഭൂരിപക്ഷത്തിൽ ആ കാര്യത്തിൽ നമ്മുടെ ബൂത്ത് നമുക്ക് പ്രതാപം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ്. പാർലമെന്റിലെ വിജയം വീണ്ടും നിയമസഭയിലും തുടർന്നുണ്ടാകും ആത്മവിശ്വാസം? തീർച്ചയായും മിന്നുന്ന വിജയം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടാകാത്ത വിധം ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അതിനേക്കാൾ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയും? തീർച്ചയായും അതിനുള്ള ഉദ്യമത്തിലാണ് ഞങ്ങൾ. പത്തനംതിട്ട നഗരസഭയിലെ 1-ാം വാർഡിലാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും UDFന് ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിൽ വോട്ട് നേടിയിട്ടുള്ളത്. അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് നഗരസഭയുടെ കൗൺസിൽ കൂടിയായ സജി കെ സൈമണാണ്. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.